ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന തിരുവചനം അടിയങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങൾക്കത് ഉപകാരമായി വരേണ്ടതിന് അടിയങ്ങളെ വിനയത്തോടെ ദൈവസന്നിധാനത്തിൽ സമർപ്പിക്കുന്നു. അവിടുത്തെ പുത്രനെ ഞങ്ങളിൽ ഉയർത്തേണം, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ. കൊരിന്ത്യരുടെ 1-ാം ലേഖനം 3-ാം അധ്യായം 16-17 വാക്യങ്ങൾ വായിക്കാം. കൊരിന്ത്യരുടെ 1-ാം ലേഖനം. യെസ്. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ആഴ്ചകളിൽ അതിൻ്റെ 5 മുതൽ ഉള്ളതാകുന്ന വേദഭാഗങ്ങളുടെ വെളിച്ചത്തിൽ ദൈവസഭയോടുള്ള ബന്ധത്തിൽ വിശുദ്ധ അപ്പോസ്തലനാകുന്ന പൗലോസ് വ്യക്തമാകുന്ന ഉപദേശം നൽകുന്നത് നമ്മൾ ഗ്രഹിച്ചുകൊണ്ടിരുന്നു. ദൈവസഭയെ ഒരു തോട്ടമായിട്ടും അതിലെ ശുശ്രൂഷകരെ അവിടുത്തെ വേലക്കാരായിട്ടും അതിൻ്റെ യജമാനൻ ദൈവമാണെന്നും വളരുമാറാക്കുന്നത് ദൈവമാണെന്നും ആ ഒരു സാദൃശ്യത്തിൽ വളരെ വിശദമായിട്ട് കൊരിന്ത് സഭയുടെ പശ്ചാത്തലത്തിൽ ചില കാര്യങ്ങൾ താൻ വിശദീകരിച്ചു. രണ്ടാമതായിട്ട് ദൈവസഭയെന്നുള്ളത് ഇറ്റ് ഈസ് എ ബിൽഡിംഗ് വർക്ക്. അത് പണിയാണ്. ആ പണി എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം അതിനോടുള്ള ബന്ധത്തിൽ പൗലോസ് വിശദീകരിച്ചു. യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നും ഇടുവാൻ ആർക്കും കഴിയുകയില്ല. പിന്നീട് പറഞ്ഞു, 2 നിലയിലുള്ള വേലക്കാരും 2 നിലയിലുള്ള പണിക്കാരുമുണ്ട്. ഒന്ന്, യേശുക്രിസ്തു എന്ന അടിസ്ഥാനവുമായി ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ സന്ദേശവുമായി അല്ലെങ്കിൽ ആ സന്ദേശം അതിനോട് യോജിക്കുന്ന ആ സന്ദേശം പറയുന്ന അല്ലെങ്കിൽ അത് ഉപദേശിക്കുന്നത് നല്ല പണിയും നല്ല മെറ്റീരിയൽസും, അതല്ലാതെയുള്ള എല്ലാ പണികളും വൈക്കോലും അങ്ങനെയുള്ളതാകുന്ന നിലനിൽക്കാത്ത പണികളാണ് എന്നുള്ള കാര്യം വാൺ ചെയ്യുന്നു. വ്യക്തിപരമാകുന്ന ജീവിതത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ കണ്ടു, നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി. നിത്യതയിൽ നിലനിൽക്കുന്ന അഗ്നിശോധനയെങ്കിൽ നിലനിൽക്കുന്നതൊന്നേ ഉള്ളൂ. ഇഫ് യു ആർ ക്രൈസ്റ്റ് ലൈക്ക് ടുഡേ, നമ്മൾ ഇന്ന് കർത്താവിനെ പോലെയാണെങ്കിൽ അത് നിലനിൽക്കും, അല്ലാത്തതൊന്നും നിൽക്കുകയില്ല. വളരെ ശ്രദ്ധിക്കണം. ക്രിസ്തുവിനോടുള്ള ആ അനുരൂപപ്പെടലും ക്രിസ്തുവിൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നതും മാത്രമേ നിത്യതയിൽ നിലനിൽക്കത്തുള്ളൂ, അല്ലാതെ ഒന്നും നിലനിൽക്കുകയില്ല. അത് വളരെ വ്യക്തതയോടെ നമ്മുടെ ഉള്ളിലേക്ക് കയറണം. സ്തോത്രം. ഇന്ന് നമ്മൾ കർത്താവിനോട് അനുരൂപപ്പെട്ടെങ്കിൽ അത് നിലനിൽക്കും, അല്ലാത്തതൊന്നും നിലനിൽക്കുകയില്ല. നമ്മൾ കൊടുത്തതും കാണത്തില്ല, ചെയ്തതും കാണത്തില്ല, ഒന്നും കാണത്തില്ല. ഇഫ് യു ആർ ക്രൈസ്റ്റ് ലൈക്ക് ടുഡേ, that cannot be destroyed by any fire. നാം ക്രിസ്തുവിനോട് അനുരൂപപ്പെട്ടെങ്കിൽ അതിനെ നശിപ്പിക്കുവാൻ ഒന്നും കഴിയത്തില്ല. നിത്യതയുടെ വെളിച്ചത്തിൽ നമ്മൾ ജീവിക്കണം. നമ്മൾ നിത്യതയ്ക്ക് വേണ്ടിയുള്ളവരാണ്. ആ കാര്യം വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. ആ കാര്യം കഴിഞ്ഞ ആഴ്ചയിൽ വിശദമായിട്ട് നമ്മൾ ചിന്തിച്ചു. തീ എന്നുള്ളത് എന്തിന് സാദൃശ്യമെന്നും തീ എന്നുള്ളത് ദൈവവചനത്തിന് സാദൃശ്യമാണെന്നും തീയാൽ ശോധന ചെയ്യപ്പെടുമ്പോൾ നമ്മൾ നിലനിൽക്കുമോ എന്നുള്ള കാര്യം നമ്മൾ വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കണം. കഴിഞ്ഞ ദിവസം വൈകുന്നേരം പ്രസംഗിച്ച കർത്താവിൻ്റെ ദാസൻ ഇങ്ങനെ പറഞ്ഞു. സാധാരണ നമ്മൾ പറയാറുള്ള ഒരു പറച്ചിൽ, ഒരു സെയിങ്. അദ്ദേഹം പറഞ്ഞു, ഇതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പള്ളിയിൽ പറയുന്നതൊന്നും ഗൗരവമായിട്ട് എടുക്കണ്ട. എനിക്ക് തോന്നുന്നേ അതുപോലൊക്കെ തന്നെയാണ് നമുക്ക് ദൈവവചനത്തോടുള്ള റെസ്പോൺസ് എന്ന് തോന്നുന്നു. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ചിലർക്ക് ഇത് പ്രയോജനപ്പെടും, അതിന് സംശയമൊന്നുമില്ല. പക്ഷെ വേറൊരു കാര്യം മനസ്സിലാക്കണം. യെശയ്യാവിനെ ശുശ്രൂഷയ്ക്കായിട്ട് വിളിച്ചപ്പോൾ അവനോട് പറഞ്ഞ കാര്യം ഓർത്ത് ഞാൻ ഭയപ്പെടാറുണ്ട്. എന്തുകൊണ്ടാണ് ഭയപ്പെടുന്നതെന്നറിയാമോ? യെശയ്യാവിൻ്റെ പ്രവചനം 6-ാം അധ്യായത്തിലുണ്ട്. നീ ചെന്ന് പറയേണ്ടത് എന്തിനാണെന്നറിയാമോ? അവർ കേട്ടിട്ടും ഗ്രഹിക്കാതെയും കണ്ടിട്ടും തിരിച്ചറിയാതെയും ഇരിക്കേണ്ടതിന് നീ എന്ത് ചെയ്യണം? ഇത് സത്യമാ പ്രിയരെ, അംഗീകരിച്ചാലും ഇല്ലല്ലോ സത്യ. അതാ നമ്മൾ വായിക്കുന്നത്. അവർ കേട്ടിട്ടും ഗ്രഹിക്കാതെയും കണ്ടിട്ടും തിരിച്ചറിയാതെയും ഇരിക്കേണ്ടതിന് നീ എന്ത് ചെയ്യണം? അവർ കേട്ടില്ല എന്ന് പറയാൻ കഴിയുകയില്ല. അതുകൊണ്ട്
ഇത് പള്ളി പറയുന്ന പരിപാടിയല്ല. ഇത് ജീവനുള്ള ദൈവത്തിൻ്റെ സത്യവചനമാണ്. ദൈവത്തിൻ്റെ വചനം ജീവനുള്ളതും ചൈതന്യമുള്ളതും ഇരുവായുത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും വേർവിടുവിക്കുന്നതുവരെ തുളച്ചു ചെല്ലുന്നതുമാണ് ജീവനുള്ള സത്യവചനം. എബ്രായലേഖനം 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, ജീവനുള്ള സത്യദൈവത്തെ ത്യജിച്ച് കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ നാം ഭയപ്പെടുവീൻ, നോക്കിക്കൊള്ളുവീൻ. അപ്പോൾ ജീവനുള്ള ദൈവത്തിൻ്റെ ജീവനുള്ള സത്യവചനം അത് സത്യമാണെങ്കിൽ നമ്മൾ അംഗീകരിച്ചാലും കേട്ടാലും അനുസരിച്ചാലും ഇല്ലെങ്കിലും അത് സത്യമായി നിൽക്കുന്നു. ഇത് സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമാണ്. ഈ പുസ്തകം ചത്തിട്ടില്ല. ഇത് ജീവനുള്ള തിരുവചനമാണ്. അതുകൊണ്ട് വളരെ ഭയത്തോടെ ദൈവവചനം, താഴ്മയോടെ, വിനയത്തോടെ, നിത്യതയാ നമ്മുടെ ലക്ഷ്യം. ഈ ഭൂമിയിലെ ഒരു കാര്യമല്ല. അത് നമ്മൾ വളരെ ഉറപ്പോടെ മനസ്സിലാക്കുവാനായിട്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ഞാനത് നിങ്ങളോട് അപേക്ഷിക്കുന്നു. സ്തോത്രം. നമുക്ക് മുൻപോട്ട് ശ്രദ്ധിക്കാം. അവസാനമായിട്ട് ദൈവസഭയ്ക്കുള്ളതാകുന്ന സാദൃശ്യമായി ഉപയോഗിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ മന്ദിരം എന്ന സാദൃശ്യമാണ്. ഞാൻ പറയുകയുണ്ടായി 3 സാദൃശ്യങ്ങൾ. 1 തോട്ടം, 2 കെട്ടിടം, 3 ദൈവത്തിൻ്റെ മന്ദിരം. ഈ 3-ാമത്തെ സാദൃശ്യവും അതിൻ്റെ കൃത്യമായിട്ട് ആ പശ്ചാത്തലത്തിലുള്ള അർത്ഥം ഞാൻ വിവരിച്ചിട്ട് അതിൻ്റെ പേഴ്സണൽ ആപ്ലിക്കേഷനിലേക്ക് നമ്മൾ വരാൻ പോകുകയാണ്. സ്തോത്രം. വ്യക്തിപരമായി അതിൻ്റെ പ്രസക്തി എന്ത്, ആ കാര്യത്തിലേക്ക് നമ്മൾ വരാൻ പോകുക. അപ്പോഴാദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രിയമുള്ളവരെ, ഇവിടെ പൗലോസ് പറയുന്നത് ദൈവസഭയെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ ഒരു ലോക്കൽ സഭയെക്കുറിച്ചാണ്. ലോക്കൽ സഭയെക്കുറിച്ച് പറയുന്ന കാര്യം, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമല്ലോ. കൊരിന്തിൽ ഒത്തിരി മന്ദിരങ്ങളുണ്ട്, കൊരിന്തിൽ ഒത്തിരി ആലയങ്ങളുണ്ട്, അവിടെ ഒത്തിരി ദേവി ദേവതകളുണ്ട്. ആ മന്ദിരങ്ങളെല്ലാം ആ ദേവി ദേവന്മാരുടെ മന്ദിരങ്ങളെല്ലാം അശുദ്ധിയെ പ്രോത്സാഹിപ്പിക്കുന്ന മന്ദിരങ്ങളാണ്. കൊരിന്തിൻ്റെ സവിശേഷത ഏതായിരുന്നു? ദൈവത്തെ ആരാധിക്കുന്നു എന്ന പേരിൽ അധാർമികതയും ശ്ലീലമല്ലാത്ത കാര്യങ്ങളും ചെയ്യുന്ന ഒരു പട്ടണമായിരുന്നു കൊരിന്ത്. നമ്മുടെ നാട്ടിൽ നമുക്ക് പരിചയമുള്ളൊരു പദമാണ് ദേവദാസി സമ്പ്രദായം. പണ്ടുണ്ടായിരുന്നു, ഇപ്പം ഇല്ല. അറ്റ്ലീസ്റ്റ് നിയമപരമായിട്ടില്ല. അങ്ങനെയുള്ള ദേവദാസികൾ 1000-ലധികം ഒരു ചെറിയ പ്രോവിൻസ്, ഒരു ചെറിയ ബ്ലോക്കിൽ മാത്രം ഉണ്ടായിരുന്നെന്നാ ചരിത്രകാരന്മാർ പറയുന്നത്. അത് ദൈവത്തെ ആരാധിക്കുന്നതിൻ്റെ ഉപാധിയായി അവർ കണക്കാക്കിയിരുന്നു. ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പോൾ ഈ പശ്ചാത്തലത്തിലാണ് പൗലോസ് അവരോട് പറയുന്നത്, പക്ഷെ നിങ്ങളാരാ? Over against all those temples in Corinth, you are the temple of the living God, and the Spirit of God dwells in you. ആ ആലയങ്ങളിലോട്ടൊക്കെ നിങ്ങളൊന്ന് നോക്കിക്കേ. ഒത്തിരി മന്ദിരങ്ങളുണ്ട്, ഒത്തിരി അമ്പലങ്ങളുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ കൊരിന്ത്യരെ, കൊരിന്ത് സഭയെ, നിങ്ങളാണ് ദൈവത്തിൻ്റെ ആലയം. എന്നിട്ട് പറയുകയാണ്, ഈ ആലയം നശിപ്പിക്കുന്നവനെ, ഈ ആലയത്തെ എങ്ങനെ നശിപ്പിക്കാൻ കഴിയും? പല നിലകളിൽ നശിപ്പിക്കാൻ കഴിയും. നശിപ്പിക്കാൻ കഴിയുന്നതിൽ ഒരു നാശം ഈ കോണ്ടെക്സ്റ്റിൽ നമ്മൾ ചിന്തിച്ചാൽ, ഇതിനെ നശിപ്പിക്കാൻ ഏറ്റവും നല്ല മാർഗം ക്രൂശിന്റെ വചനവുമായിട്ടൊക്കാത്തത് ഡേ ഇൻ ആൻഡ് ഡേ ഔട്ട് അങ്ങ് പഠിപ്പിച്ചാൽ മതി.
അതിന് പിശാച് ഒത്തിരി മാർഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. വേദപുസ്തകത്തിൽ ഇല്ലാത്തത് നമ്മുടെ ഹൃദയത്തിൽ ആഴമായിട്ട് എഴുതി ചേർക്കാൻ പിശാച് ഒത്തിരി മാർഗങ്ങൾ കണ്ടെത്തതിൽ ഒരു മാർഗമാണ് ഇപ്പോഴത്തെ പല പാട്ടുകളും. കാരണം ആവർത്തിച്ച് ഇത് പാടുമ്പോൾ അറിയാതെ ഇത് ദൈവവചനമാണെന്നുള്ളൊരു ധാരണയിലേക്ക് നമ്മളങ്ങ് വരികയാണ്. പിശാചിൻ്റെ ഒരു വലിയ തന്ത്രമാണ്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ മന്ദിരത്തെ നശിപ്പിക്കുവാൻ വിവിധ നിലകളിൽ കഴിയും. അതിലൊന്ന്, യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനവുമായി കറസ്പോണ്ട് ചെയ്യാത്ത, അതിനോടൊക്കാത്തത് പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ദൈവസഭയെ നശിപ്പിക്കുക. അങ്ങനെയുള്ളവനെ ദൈവം എന്ത് ചെയ്യുമെന്നറിയാമോ? നശിപ്പിക്കും. അതുകൊണ്ടാണ് സത്യ സുവിശേഷം മായമില്ലാതെ പ്രസംഗിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകത. എൻ്റെ പൊന്നു പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ കഷ്ടപ്പെടുന്നവരാണെന്ന് എനിക്കറിയാം. പക്ഷേ നിങ്ങളെ ഞാൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നത് കൊണ്ട് തന്നെയും പിന്നെയും വിശുദ്ധിയെക്കുറിച്ചും കർത്താവിനെ അനുകരിക്കുന്നതിനെക്കുറിച്ചും നിത്യതയെക്കുറിച്ചും പറയുന്നത്. നിങ്ങളോട് സ്നേഹമില്ലായിരുന്നെങ്കിൽ എനിക്ക് മറ്റ് പലതും പറയാൻ കഴിയും. എനിക്ക് കുറേയൊക്കെ മോബ് സൈക്കോളജി അറിയാം. പക്ഷെങ്കിൽ പ്രിയരെ, വാസ്തവത്തിൽ ഒന്ന്, ദൈവത്തോട് എനിക്ക് കണക്ക് കൊടുക്കണം. രണ്ട്, നിങ്ങളെ ഞാൻ ആകമഴിഞ്ഞ് സ്നേഹിക്കുന്നു. നിങ്ങളിൽ ഓരോ ആളിൻ്റെയും പേര് പറഞ്ഞ്, ഞാൻ ദൈവസന്നിധാനത്തിലാണ് പറയുന്നത്. ഓൾമോസ്റ്റ് ഓൾ ഡേയ്സ്, എല്ലാ ദിവസവും ഞാൻ പറയുന്നില്ല, മിക്കവാറും എല്ലാ ദിവസങ്ങളിലും നിങ്ങളിൽ ഓരോരുത്തരുടെയും പേര് പറഞ്ഞ്, ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും പേര് എനിക്കറിയാം. എവിടാ നിങ്ങൾ ജോലി ചെയ്യുന്നതെന്നറിയാം. ഏറെക്കുറെ നിങ്ങളുടെ അവസ്ഥകളൊക്കെ എനിക്കറിയാം. ഓരോ ദിവസവും ദൈവസന്നിധാനത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ മധ്യസ്ഥത ചെയ്യുന്നു എന്നുള്ളതിന് ദൈവം എനിക്ക് സാക്ഷിയാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായി നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നു. വളരെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിങ്ങളോട് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ഞാൻ ആവശ്യപ്പെടുന്നു. ക്രിസ്തുവിന് പകരമായി നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നു, ദൈവത്തോട് നിരന്നുകൊള്ളുവീൻ, ദൈവത്തെ സ്നേഹിപ്പീൻ. ക്രിസ്തു നമ്മുടെ മാതൃകാ പുരുഷനാകട്ടെ. ക്രിസ്തുവിൻ്റെ വചനങ്ങൾ നമ്മുടെ ജീവിതക്രമമാകട്ടെ. അതുകൊണ്ടാണ് പുതിയ നിയമം പ്രസംഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. വേണമെങ്കിൽ ദാവീദിനെ കുറിച്ചൊക്കെ പറയാം. പക്ഷെ ദാവീദിനെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്താണെന്നറിയോ? പിന്നെ ദാവീദായി പോകും മാതൃക. കൂടുതൽ പറയണ്ടല്ലോ. എന്നാൽ ദാവീദല്ല നമ്മുടെ മാതൃക. പാപമില്ലാത്ത പരിശുദ്ധനാകുന്ന ശ്രീ യേശു ക്രിസ്തുവാണ് നമ്മുടെ മാതൃക. അതുകൊണ്ടാണ് കർത്താവിനെ പ്രസംഗിക്കുന്നത്. അപ്പൊ യേശു ക്രിസ്തുവിന്റെ ആ സന്ദേശവും അവിടുത്തെ വചനവും പുതിയ നിയമവും നമ്മുടെ ആധാരമാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ വേദഭാഗം ഒന്ന് നാരോ ഡൗൺ ചെയ്ത് വ്യക്തിപരമാകുന്ന അതിൻ്റെ പ്രസക്തിയിലേക്ക് ഞാൻ കൊണ്ടുവരിക. അതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്തെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ ഇതിനോട് വളരെ, അല്ലെങ്കിൽ അതുമായിട്ട് ചേർന്ന് പോകുന്ന ചില വേദഭാഗങ്ങളൊന്ന് വായിക്കാം. അത് വായിച്ച ശേഷം നമ്മളത് ധ്യാനിക്കാൻ പോകുകയാണ്. ഈ ആശയം എന്ത്? നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമല്ലോ, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു, ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ. ഈ ചിന്തയാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കേണ്ടത്. ആകട്ടെ, അതിന് ആധാരമായിട്ട് ചില വാക്യങ്ങളിലൂടെ നമുക്ക് വായിക്കാം. ഈ പറയുന്ന വാക്യങ്ങൾ പൊതുവായ സഭയെക്കുറിച്ചല്ല, വ്യക്തിപരമാകുന്ന ജീവിതത്തെക്കുറിച്ചും വ്യക്തിപരമാകുന്ന പ്രസക്തിയിൽ ആണ് വ്യക്തമായി അത് എഴുതിയിരിക്കുന്നത്. 1 കൊരിന്ത്യർ അതിൻ്റെ 6-ാം അധ്യായം 19 20 വാക്യങ്ങൾ, അതുപോലെ 2 കൊരിന്ത്യർ 6-ാം അധ്യായം 14
തൊട്ട് 16 വരെയുള്ള വാക്യങ്ങളും ഒന്നുറക്കെ വായിക്കാം. 1 കൊരിന്ത്യർ 6 അധ്യായം 19, 20, 1 Corinthians chapter 6, 19 and 20, 2 Corinthians chapter 6, 14 to 16. അവിടെ ഒന്നുകൂടെ നാരോ ഡൗൺ ചെയ്ത് ഒരു പേഴ്സണൽ ആപ്ലിക്കേഷനിലേക്ക് വരികയാണ്. ദൈവത്തിന്റെ ദാനമായി വായിച്ചേ. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു എന്ത്? നിങ്ങളുടെ ശരീരം. അപ്പോൾ നമ്മൾ ആരാ? We are the temple of God. പിന്നെ അടുത്ത വാക്യം കൂടെ വായിച്ചേ. നിങ്ങൾ നിങ്ങളുടേതല്ല. നിങ്ങളുടെ ആരുടേതാ? ദൈവത്തിൻ്റെതാ. കാരണം നിങ്ങളെ വിലയ്ക്ക് വാങ്ങി. എന്താ വില കൊടുത്തത്? വില കൊടുത്തത് പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അപ്പോസ്തലപ്രവൃത്തി 20 അധ്യായത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവം താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച ദൈവത്തിന്റെ ആട്ടിൻകൂട്ടം കർത്താവ് താൻ. അപ്പോൾ വിലയ്ക്ക് വാങ്ങി. എന്തു വിലയാ കൊടുത്തത്? യേശുവിന്റെ രക്തം വിലയായി നൽകി നിങ്ങളെ വാങ്ങി. ഇനിയും അതുകൊണ്ട് നിങ്ങൾ ആരുടേതല്ല. അതിനെക്കുറിച്ചൊക്കെ ചില ആപ്ലിക്കേഷൻസ് ഉണ്ട്, ഞാൻ വിശദീകരിക്കാം പെട്ടെന്ന് നമ്മുടെ ചുരുക്കത്തിൽ. അതുകൊണ്ട് ഇനിയും നിങ്ങളുടേതല്ല. നിങ്ങൾ താങ്കൾക്ക്, ശ്രദ്ധിക്കണേ, നമ്മൾ നമുക്കുള്ളവരല്ല. അതുകൊണ്ട് ഇനിയും നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കേണ്ടവരല്ല, നമ്മൾ കർത്താവിന് വേണ്ടി ജീവിക്കേണ്ടവരാ. നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കേണ്ടവർ, നമ്മൾ താങ്കൾക്ക് ഉള്ളവരല്ല. അതുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വാസം ചെയ്യുന്ന നിങ്ങളുടെ ശരീരമാകുന്ന ഈ മന്ദിരം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവത്തെ മഹത്വപ്പെടുത്തണം. അവിടെ എങ്ങനെയാണ് ദൈവമഹത്വം വെളിപ്പെടുന്നതെന്നുള്ളത് അതിന്റെ പശ്ചാത്തലം വായിച്ചെങ്കിലേ ഗ്രഹിക്കാൻ കഴിയത്തുള്ളൂ. അത് എക്സ്പ്ലെയിൻ ചെയ്യാതെ നിങ്ങൾക്ക് മനസ്സിലാകും. അതുകൊണ്ട് അതിന്റെ മുകളിലുള്ള വാക്യങ്ങൾ വീട്ടിൽ പോയി വായിച്ചു നോക്കുക. അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടേതല്ല. ഈ ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ഒന്ന് പതിയണം. അങ്ങനെ പതിഞ്ഞു കഴിയുമ്പോൾ ബാക്കി പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പോകും. എന്താ? ഞാൻ എൻ്റേതല്ലല്ലോ, ഞാൻ കർത്താവിൻ്റെ വകയാണല്ലോ. എൻ്റെ പൊന്നു കർത്താവ് അവിടുത്തെ രക്തത്താൽ എന്നെ വിലയ്ക്ക് വാങ്ങിയെങ്കിൽ എന്നെക്കുറിച്ച് എന്നെക്കാളും കരുതലുള്ളത് എൻ്റെ കർത്താവിനാണെങ്കിൽ എൻ്റെ സകല ലക്ഷ്യവും എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നതാകണം. ബാക്കി കാര്യങ്ങളൊക്കെ ടേക്ക് കെയർ ചെയ്യുവാൻ കർത്താവുണ്ടല്ലോ. ഈ ചിന്ത നമ്മുടെ ഹൃദയത്തിലേക്ക് വരണം. ഈ ചിന്ത നമ്മുടെ ഹൃദയത്തിലേക്ക് വരാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ സ്വാർത്ഥതയോടെ നമ്മുടേതാകുന്ന കാര്യങ്ങളിൽ നമ്മളങ്ങ് അതിനകത്ത് കെട്ടപ്പെട്ട്. പ്രിയരെ, ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യം, നമ്മുടെ കാര്യങ്ങൾ ഒഴിഞ്ഞ ശേഷം, നമ്മുടെ ഈ ഭൂമിയിലെ കാര്യങ്ങൾ ഒഴിഞ്ഞ ശേഷം ഒരൊറ്റ ദിവസം പോലും നിങ്ങൾക്ക് കിട്ടുകയില്ല കർത്താവിന് വേണ്ടി ജീവിക്കാൻ. ഞാൻ എഴുതി തരാം. നമ്മുടെ ഈ ഭൂമിയിലെ കൺസേൺസ് ഒഴിഞ്ഞ ഓരോ ദിവസവും കർത്താവിനെ സേവിപ്പാൻ നമുക്ക് കിട്ടുകയില്ല. എന്നാൽ കർത്താവിനെ സേവിക്കേണ്ടത് എങ്ങനെയാ? എൻ്റെ ഹൃദയത്തിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് ഓർപ്പിച്ചതെന്ന ഒരു വേദഭാഗം ഞാൻ നിങ്ങളോട് ഓർപ്പിക്കാം. എങ്ങനെയാണ് കർത്താവിനെ സേവിക്കേണ്ടത്? അപ്പോസ്തലപ്രവൃത്തി 20:20, 19, 20. അപ്പോസ്തലപ്രവൃത്തി 20:19, 20 വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ചേ. കണ്ണുനീരോടും അപ്പൊ ഞാൻ എങ്ങനെയാ കർത്താവിനെ സേവിച്ചത്? ഇതെല്ലാം മാറിയ ശേഷം
ആത്മീകനാകാനിരിക്കുകയല്ലായിരുന്നു പൗലോസ്. പിന്നെയോ വേണ്ട, അത് അത്രയും മതി. എനിക്കുണ്ടായ സകല കഷ്ടങ്ങളോടും കൂടെ ഞാൻ എന്ത് ചെയ്തു? അപ്പൊ നമ്മുടെ കൺസേൺസ് ഈ ഭൂമിയിലുണ്ട്. അത് മാറി ഒരു ദിവസവും നമുക്കുണ്ടാകത്തില്ല. അതിനിടയിൽ നമ്മൾ ആരെ സേവിക്കണം? കർത്താവിനെ സേവിക്കണം. കാരണം നമ്മൾ ആരുടേതാ? നമ്മൾ കർത്താവിൻ്റെയാ. ഈ തിരിച്ചറിവുണ്ടായിരുന്നത് കൊണ്ട് ആ ധൈര്യത്തോടെ പൗലോസിന് പറയാൻ കഴിഞ്ഞത്, എൻ്റെ ഉടയവനും ഞാൻ സേവിക്കുന്നവനുമാകുന്ന എൻ്റെ ദൈവം. എൻ്റെ ഉടയവൻ, എൻ്റെ ഉടയവൻ, എൻ്റെ ഉടമ, എൻ്റെ ഓണർ. പ്രിയരെ, നമ്മൾ ആരുടെ വകയാണെന്നുള്ള തിരിച്ചറിവ് ഹൃദയത്തിലേക്ക് വന്നാൽ നമ്മുടെ പെറ്റി ഇഷ്യൂസ് ഒന്ന് മാറ്റിയിട്ട് കർത്താവിങ്കലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യുവാനായിട്ട് കഴിയും. നമ്മൾ ആരുടേതാ? നമ്മൾ കർത്താവിൻ്റെയാ. അതുകൊണ്ട് ധൈര്യത്തോടെ നമുക്ക് നാളെയെക്കുറിച്ച് പറയുവാൻ കഴിയും. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും. പ്രിയരെ, നമ്മൾ കർത്താവിൻ്റെ വകയാണ്. അപ്പോഴങ്ങനെയാണെങ്കിൽ നമ്മൾ വ്യക്തിപരമായിട്ട് കർത്താവിൻ്റെ വകയാ. എങ്ങനെയാണ് നമ്മൾ കർത്താവിൻ്റെ വകയായത്, കർത്താവിൻ്റെ മന്ദിരമായത്? കർത്താവിൻ്റെ മന്ദിരമായി നമ്മൾ തീരാൻ കാരണമായത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ വാസം ചെയ്യുന്നത് കൊണ്ടാണ്. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവൻ അല്ല. ഏറ്റവും വലിയ മർമ്മമായിട്ട് പൗലോസ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. കൊലോസ്യരുടെ 1-ാം ലേഖനം 1:28 ആ മർമ്മം ഇതാണ്: മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളതാ മർമ്മം. ഇത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ പഴയ നിയമകാലത്ത് ജീവിക്കുന്നവരല്ല. പഴയ നിയമകാലത്ത് ദൈവാലയം ഒരിടത്ത്, ഒരു സ്പെസിഫൈഡ് സ്ഥലത്ത്, സ്പെസിഫൈഡ് രീതിയിൽ പറഞ്ഞിരിക്കുന്ന ഇടത്ത് മാത്രമാണ് ദൈവാലയം. അവിടെയാണ് ഇസ്രായേലിൻ്റെ ഉറവിൽ നിന്നുള്ളവര് ദൈവത്തെ വാഴ്ത്തുവാനായി കടന്നു പൊയ്ക്കൊണ്ടിരുന്നത്. എന്നാൽ പുതുനിയമത്തിന്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത നാം ദൈവത്തിന്റെ മന്ദിരമാണെന്നുള്ളതാ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നത് കൊണ്ട് നാം ദൈവത്തിന്റെ മന്ദിരമാണ്. പ്രിയരെ, പുതുനിയമം പഠിച്ചു കഴിഞ്ഞാൽ പുതുനിയമത്തിന്റെ അല്ലെങ്കിൽ പുതിയ ഉടമ്പടിയുടെ, പുതിയ കവനന്റിന്റെ ഏറ്റവും അടിസ്ഥാനപരമാകുന്ന ഫീച്ചേഴ്സ് സുവിശേഷങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. സുവിശേഷങ്ങളിൽ മത്തായിയുടെ സുവിശേഷം തൊട്ട് വായിച്ചു നോക്കിയാൽ അടിസ്ഥാനപരമാകുന്ന 2 കാര്യങ്ങൾ അവിടെ കാണുന്നുണ്ട്. ഒന്ന്, യേശു കർത്താവിൻ്റെ ഈ ഭൂമിയിലെ ജനനത്തോടുള്ള ബന്ധത്തിൽ അവൻ നിങ്ങളെ നിങ്ങളുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നവനാകൊണ്ട് അവന് യേശു എന്ന് പേരിടണം. സേവിയർ, ജോഷുവ, ജീസസ് എന്നൊക്കെ പറഞ്ഞാൽ സേവിയർ എന്നാണ് അർത്ഥം, രക്ഷകൻ എന്നാണ് അർത്ഥം. അപ്പോൾ ഒന്നാമത്തെ ദാനവും ഒന്നാമത്തെ പുതുനിയമത്തിൻ്റെ, പുതിയ ഉടമ്പടിയുടെ യഥാർത്ഥമാകുന്ന, അടിസ്ഥാനപരമാകുന്ന ആ ഫീച്ചർ, ആ സവിശേഷത എന്ന് പറയുന്നത് പാപക്ഷമ എന്നുള്ളതാണ്. പാപക്ഷമ. 2, പാപക്ഷമയെന്ന് മാത്രമല്ല, സുവിശേഷങ്ങൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഒന്നാമത്തെ അല്ലെങ്കിൽ ആദ്യത്തെ വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത് യേശു കർത്താവിൻ്റെ ഈ ഭൂമിയിൽ ഉള്ള ജനനത്തോടുള്ള ബന്ധത്തിലാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ അല്പമൊന്ന് പറഞ്ഞു, ശ്രദ്ധിച്ചു കേട്ടെ, ഞാൻ വിശദീകരിക്കാം. യേശു കർത്താവിൻ്റെ ജനനത്തോടുള്ള ബന്ധത്തിലാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ആദ്യം തിരുവഴുത്തിൽ, പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ
അതിനോടുള്ള ബന്ധത്തിൽ ഞാൻ ചില വാക്യങ്ങളൊക്കെ പറയാം. എല്ലാം എടുത്ത് വായിപ്പാനൊന്നും നമുക്ക് നേരമില്ലാത്തത് കൊണ്ട് ചില വാക്യങ്ങൾ പറഞ്ഞ് നമുക്ക് മുൻപോട്ട് പോകാം. ലൂക്കോസിന്റെ സുവിശേഷം 1:35 ഒരു കാര്യം നമ്മൾ വായിക്കുന്നു. ഗബ്രിയേൽ ദൂതൻ വന്ന് മറിയയോട് പറയുന്ന വാക്കുകൾ ഒന്ന് വായിക്കാമോ? യെസ്, നോക്കുക. ദൂതൻ വന്ന് മറിയയോട് പറയുക, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. അപ്പൊ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്ന് അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിട്ടാൽ മറിയേ, നിന്റെ പട്ടിണിയും ഒക്കെ മാറും. പിന്നെ ഹെരോദാവിനും പിലാത്തോസിനും ഉള്ളതുപോലെ ഒരു രഥം നിനക്ക് കിട്ടും. ഇന്നങ്ങനാണല്ലോ പഠിപ്പിക്കുന്നത്. ഒരു കാറുള്ളവന് 2 കാർ കിട്ടുമെന്നും ഒരു വീടുള്ളവന് 2 കിട്ടുമെന്നും ഒക്കെയാണല്ലോ പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിനാൽ. ഇതാണോ പറഞ്ഞത്? മറിയ ഏറ്റവും പൂവറായിരുന്നു. മറിയയുടെ കുടുംബം വളരെ പൂവറായിരുന്നു. എന്താ തെളിവ്? തെളിവെന്താ? തെളിവുണ്ട്. കാരണം യേശു കർത്താവിൻ്റെ അല്ലെങ്കിൽ മറിയയുടെ ശുദ്ധീകരണത്തോടുള്ള ബന്ധത്തിൽ ആലയത്തിലേക്ക് വന്നപ്പം എന്തുവാ കൊണ്ടുവന്നേ? കുറുപ്രാവ് കൊണ്ടുവരുന്നത് ആരാ? പഴയ നിയമം അനുസരിച്ച് മറ്റ് ആടിനെയും കാളയും ഒന്നും അഫോർഡ് ചെയ്യാൻ കഴിയാത്തവരാ. അപ്പൊ ഈ സാധുവാകുന്ന സ്ത്രീയോട് പരിശുദ്ധാത്മാവ് വരുമ്പം നിനക്ക് സമ്പത്തുണ്ടാകുമെന്നല്ല പറഞ്ഞത്. പിന്നെ പരിശുദ്ധാത്മ ശക്തി നിന്റെ മേൽ നിഴലിട്ട് കഴിയുമ്പോൾ ഒരു വിശുദ്ധ പ്രജ നിന്നിൽ. പുതുനിയമത്തിന്റെ സവിശേഷത ഇതാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ, പരിശുദ്ധാത്മ ശക്തി നമ്മിൽ നിഴലിടുമ്പോൾ സംഭവിക്കേണ്ടത് യേശുവിന്റെ ശരീരം ലോകത്തിന് വെളിപ്പെടുത്തുവാൻ ഒരു വിശുദ്ധന് കഴിയണം. അല്ലാത്തതൊന്നും ആത്മാവല്ല. ഇപ്പൊ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ the body of Christ is formed. The body of Christ is formed. മറിയയുടെ റെസ്പോൺസ് എന്തുവാ? മറിയയുടെ റെസ്പോൺസ്, അയ്യോ ഇതെങ്ങനെയാ സംഭവിക്കുന്നത്? ശ്രദ്ധിക്കണേ. ഇതെങ്ങനെയാ സംഭവിക്കുന്നത്? ഇമ്പോസിബിലിറ്റി അല്ലേ? അതെ, വളരെ അസാധ്യമാകുന്ന ഒരു കാര്യമാണ് പറഞ്ഞത്. ദൈവത്തിന്റെ മറുപടി, മനുഷ്യനാൽ അസാധ്യമാ, പക്ഷേ ആരാൽ സാധ്യമാ? ദൈവത്താൽ സാധ്യം. എന്താ സാധ്യം? ഞാൻ പറയാം. എന്നെയും നിങ്ങളെയും പോലെ പാപപ്രകൃതമുള്ള, പാപത്തിൻ്റെ ഇച്ഛകൾക്ക് വശംവദരാകുന്ന, അതുപോലെ ചിന്തിക്കുന്ന, അതുപോലെ സംസാരിക്കുന്ന, അതുപോലെ പ്രവർത്തിക്കുന്ന എനിക്കും നിങ്ങൾക്കും യേശു ഈ ഭൂമിയിൽ എങ്ങനായിരുന്നോ അതുപോലെയാകാൻ കഴിയുമെന്ന് ദൈവാത്മാവ് പറയുമ്പോൾ എൻ്റെ ആദ്യത്തെ റെസ്പോൺസ്, ഹൗ ദിസ് ഈസ് പോസിബിൾ? ഇതെങ്ങനെയാ സംഭവിക്കുന്നത്? അതുകൊണ്ടാണ് ഗിരിപ്രഭാഷണം പ്രസംഗിച്ചാൽ അയ്യോ ഇത് പ്രായോഗികമാണോ നമ്മൾ ചോദിക്കുന്നേ. എന്നാൽ ഞാനൊരു കാര്യം പറയാം, നമ്മളാൽ പ്രായോഗികമല്ല. നമ്മളാൽ പ്രായോഗികമല്ല. പിന്നെ ആരാൽ കഴിയും? ദൈവത്താൽ കഴിയും. അപ്പൊ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുമ്പോൾ, നാം ദൈവത്തിന്റെ മന്ദിരമാകുമ്പോൾ, അതിനെ വിശുദ്ധിയോടെ സൂക്ഷിപ്പാൻ എനിക്ക് കഴിയത്തില്ല. എൻ്റെ ചിന്തയും എൻ്റെ വാക്കും
എൻ്റെ പ്രവൃത്തിയും പാപത്തിന്റെ ചുവയുള്ളതാ, അത് പാപമാ പലപ്പോഴും. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ യേശുവിനെ വെളിപ്പെടുത്താൻ എനിക്കും നിങ്ങൾക്കും കഴിയും. എങ്ങനെ കഴിയും? അതിന് ചില അടിസ്ഥാന പ്രമാണങ്ങളുണ്ട്. അവിടെ നമ്മൾ വായിക്കുന്നത്, മറിയ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ പറയുന്നു, ദൈവത്താൽ സകലവും സാധ്യം. പക്ഷേ അടുത്ത സ്റ്റെപ്പ് എന്താണെന്നറിയാമോ? ഈ ഒരു സ്റ്റെപ്പ് വരെ നമ്മളൊക്കെ വരും. നമ്മൾ കുറച്ച് നാളായിട്ട് കേൾക്കുന്നതായതുകൊണ്ട് ചിലപ്പോൾ അതൊക്കെ സംഭവിക്കാമായിരിക്കാം, പക്ഷെ എന്നെ കൊണ്ട് അത് പറ്റത്തില്ല. എന്തുകൊണ്ടാ പറ്റാത്തതെന്ന് ഞാൻ പറയാം. ശ്രദ്ധിക്കണേ, എന്തുകൊണ്ടാ പറ്റാത്തത്? ദൈവത്താൽ സകലവും സാധ്യമാ ഉപദേശി, പക്ഷെ എൻ്റെ ജീവിതത്തിൽ അതങ്ങോട്ടൊക്കെ തോന്നില്ല. കാരണം ഒന്ന് പറഞ്ഞാൽ രണ്ട് പറഞ്ഞെങ്കിലേ എനിക്ക് ഉറക്കം വരത്തുള്ളൂ. ഇനി പറഞ്ഞില്ലേലും ഉള്ളിൽ അതുണ്ട്, പിന്നെ പുറമേ ഇങ്ങനെ ചമയുന്നേ ഉള്ളൂ. എന്നെ കൊണ്ടൊന്നും ഇതൊന്നും പറ്റുകയില്ല, ഗ്രാൻഡഡ് പറ്റുകയില്ല. എന്നാൽ എപ്പോൾ ഇത് സാധിക്കും? എനിക്ക് പറ്റത്തില്ല. അതിന് 39-ാമത്തെ വാക്യം ഒന്ന് വായിക്കണേ. അതുവരെ ദൈവം മറിയയിൽ ഒന്നും ചെയ്തില്ല. ഞാൻ കർത്താവിന്റെ ദാസി, പിന്നെ നിന്റെ വാക്കുപോലെ. പ്രിയമുള്ളവരെ ശ്രദ്ധിക്കുക. ഇന്ന് വരെ ഒരു ഡിഫീറ്റഡ് ലൈഫാണ് നമ്മുടേതെങ്കിൽ ഇന്ന് അതിന് മാറ്റമുണ്ടാകാൻ കഴിയും. ദൈവമേ, തിരുവചനം സത്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടിയനിതാ അങ്ങയുടെ വാക്കുപോലെ അടിയന് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് തൻ്റെ ശരീരത്തെ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്തപ്പോഴാണ് യേശു മറിയയിൽ ഭൂജാതനായത്. അത് കൊച്ചു കാര്യമൊന്നുമല്ല, അത് ചെറിയ കാര്യമൊന്നുമല്ല. കാരണം ആ ഒരു നിമിഷം, എല്ലാവരും ശ്രദ്ധിച്ചേ, ആഴമേറിയ വിഷയങ്ങളാണ് ഞാനീ പറയുന്നത്. ആ ഒരു നിമിഷം ആ വനിതയുടെ ഹൃദയത്തിൽ ഒത്തിരി ചിന്തകൾ പോയി കാണും. എന്തെല്ലാം പോയി കാണും? ഞാൻ കഴിഞ്ഞ ആഴ്ച ഒന്ന് പറഞ്ഞു, ലോകക്കാരെന്തെല്ലാം അവളെ വിളിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെങ്കിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ലോകം എന്നെക്കുറിച്ച് എന്ത് പറയുമോ എന്നുള്ളതല്ല ജയകരമായി ജീവിതം അവസാനിപ്പിച്ചിരുന്ന ഒരു വ്യക്തിയുടെ ലക്ഷ്യവും താല്പര്യവും. പിന്നെയോ ദൈവം എന്നെക്കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ലോകത്തിൻ്റെ പഴിയോ ദുഷിയോ സമുദായത്തിൻ്റെ സമ്മർദ്ദമോ ഇതൊന്നും വകവെക്കാതെ ഞാൻ യഹോവയുടെ ദാസി, ദൈവത്തിൻ്റെ ദാസി, അവിടുന്ന് പറയുന്നത് പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ മറിയയിൽ യേശു ഭൂജാതനായെങ്കിൽ ഇന്നും അങ്ങനെ തന്നെയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിന് നമ്മുടെ ശരീരങ്ങളെ വിട്ടുകൊടുപ്പാൻ താല്പര്യമുള്ളവരുടെ ജീവിതത്തിൽ മാത്രമേ ജയകരമാകുന്ന ജീവിതം സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത് റോമാലേഖനത്തിൽ, സഹോദരന്മാരെ 12:1, ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ആർക്ക് സമർപ്പിക്കണം? എൻ്റെ ദൈവമേ, എൻ്റെ ചിന്തകൾ, എൻ്റെ കണ്ണ്, എൻ്റെ കൈകൾ, എൻ്റെ കാലുകൾ ഞാൻ കർത്താവിന് സമർപ്പിക്കുക. അങ്ങനെ സമർപ്പിക്കുന്നവർക്ക് മാത്രമേ ജയജീവിതം സാധിക്കത്തുള്ളൂ. അങ്ങനെ സമർപ്പിക്കുന്ന ആലയങ്ങൾ മാത്രമേ വിശുദ്ധമായി സൂക്ഷിക്കപ്പെടത്തുള്ളൂ. ഇതാ സന്ദേശം. അല്ലാതെ ഒന്നും
വിശുദ്ധമായി സൂക്ഷിക്കപ്പെടത്തില്ല. പുതിയ നിയമം ഒരു ശക്തി, അത്യുന്നതന്റെ ശക്തിയാ വാഗ്ദാനം ചെയ്യുന്നത്. ഈ അത്യുന്നതന്റെ ശക്തി നിഴലിടുമ്പോ എന്തിനു വേണ്ടിയിട്ടാ? ഞാൻ പറയട്ടെ, പുതിയ നിയമത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ മേലും നിങ്ങളുടെ മേലും നിഴലിടുമ്പോൾ സംഭവിക്കുന്നത് എന്തെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. എഫേസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം ഒന്ന് വായിച്ചേ. എഫേഷ്യൻസ് 3:16. നോക്കുക, നിങ്ങൾക്ക് ശക്തി ഇല്ലാത്തവരാ. പൗലോസ് പറയുന്നത്, നമ്മൾ ബലഹീനരായിരിക്കുമ്പോൾ തന്നെ കർത്താവ് നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? മരിച്ചു. ഞാൻ ശക്തിഹീനനായിരിക്കുമ്പോൾ എനിക്ക് ശക്തി തന്ന് എന്നാ പറയുന്നേ. അപ്പോൾ അവിടുത്തെ ആത്മാവിനാൽ നിങ്ങളകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടും. എന്റെ പ്രിയരെ, പുതുനിയമത്തിന്റെ സവിശേഷത എന്താ? പുതുനിയമത്തിന്റെ സവിശേഷത, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നിൽ വസിക്കുന്നു. ത്രിയേക ദൈവം, പരിശുദ്ധ തൃത്വം തന്റെ സകല പ്രഭാവത്തിലും കരുണയിലും എന്നിൽ ഇറങ്ങി വസിപ്പാൻ മനസ്സായെന്നുള്ളതാ പുതുനിയമത്തിന്റെ സവിശേഷത. അതുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ എനിക്ക് എന്ത് കഴിയും? എൻ്റെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ഞാൻ എന്ത് ചെയ്യും? ശക്തിയോടെ ബലപ്പെടും. എൻ്റെ ആലയം വിശുദ്ധമായി സൂക്ഷിപ്പാൻ പ്രൊവിഷൻ ദൈവം ഒരുക്കി. 2 കൊരിന്ത്യർ 3:18 കർത്താവ് ആത്മാവാകുന്നു, ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. യെസ്, യെസ്, ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി. നോക്കിക്കേ, പരിശുദ്ധാത്മാവിനെ എന്തിനാ തന്നത്? ആത്മാവിനെ തന്നത് യേശുവിനെ കണ്ണാടി പോലെ മുഖത്ത് പ്രതിബിംബിക്കുവാൻ, തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി. ആരുടെ പ്രതിമ? യേശുവിന് അനുരൂപപ്പെടുന്നു. ഇതാ പുതിയ നിയമം. അപ്പൊ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നിൽ വസിക്കുന്നു, ദൈവം എന്നിൽ വസിക്കുന്നു. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ. ദൈവം അതിന് വേണ്ട സകലവും എനിക്ക് തന്നിട്ടുണ്ട്. മാത്രമല്ല, ഇനി ഒന്ന് ശ്രദ്ധിച്ചു കേട്ടെ, ഞാൻ പറഞ്ഞു ഇത് ദൈവത്തിന്റെ മന്ദിരമാണ്. ദൈവത്തിന്റെ ഹിതം ചെയ്യാനായിട്ട് ഒരു വ്യക്തി തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ, ശ്രദ്ധിക്കണേ, ദൈവഹിതം ചെയ്യാനായിട്ട് ഇഷ്ടപ്പെട്ട ഒരാള് തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവം എങ്ങനെ ആ വ്യക്തിയെ നടത്തും എന്നതിൻ്റെ വ്യക്തമാകുന്ന തെളിവ് പുതിയ നിയമത്തിൽ ആദ്യത്തെ പേജുകളിൽ തന്നെ ഉണ്ട്. എന്താ? നിങ്ങൾ മത്തായിയുടെ സുവിശേഷം വീട്ടിൽ പോയി വായിച്ചു നോക്കണം. അതിൻ്റെ 2-ാം അധ്യായത്തിൽ 11 മുതൽ താഴോട്ട് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ 2 കാര്യങ്ങൾ അവിടെ വളരെ പ്രാധാന്യത്തോടെ എഴുതിയിട്ടുണ്ട്. ബേത്ലഹേമിൽ അന്ന് ആട്ടിടയന്മാർ വന്നു. എന്നാൽ അവർ മാത്രമല്ല വന്നത്, വിദ്വാൻമാർ വന്നു. വിദ്വാൻമാർ വന്ന് എന്തുവാണ് യേശു കർത്താവിന് കാഴ്ചവെച്ചത്? എന്താ കാഴ്ചവെച്ചത്? പിന്നെ പൊന്ന്, സ്വർണം ഇല്ലേ? സ്വർണം കർത്താവിൻ്റെ പാദപീഠത്തിൽ എന്ത് ചെയ്തു? കാഴ്ചവെച്ചു. പുതിയ നിയമത്തിൽ ഇത് ഇട്ടോണ്ട് നടക്കുന്ന കാര്യമേ ഉള്ളില്ലാത്തത്. അത് മുഴുവൻ കർത്താവിന് കൊടുക്കുന്നത് വളരെ വെൽക്കമാ കേട്ടോ. ലോക്കറിൽ ഇരിക്കുന്നതൊക്കെ ആരുടെ പാദപീഠത്തിൽ വെക്കണം? ഇവിടെ സ്വത്രാഴ്ച സഞ്ചിയിലൊന്നും ഇടണ്ട. ചില വിരുന്നുകാരൊക്കെ ചെയ്യുന്നത് പോലെ. അത് ഭയങ്കര ഗിമ്മിക്കാ. എല്ലാ പ്രാവശ്യവും ഓരോ മോതിരം ഇവിടെ നിൽക്കുന്ന ആൾ ഊരിയിടും. ഈ സാധുക്കളാകുന്ന പൊതുജനം എന്ന കഴുത മനസ്സിലാക്കുന്നു, അയ്യോ അയാൾ ഇട്ടോ എന്ന അടുത്ത പ്രാവശ്യം പിന്നെ അതിടും. ഈ പരിപാടിയല്ലേ ഞാൻ പറഞ്ഞത്. എൻ്റെ പ്രിയരെ, ഞാൻ വളരെ വ്യക്തമായി പറയട്ടെ, ആ വിദ്വാൻമാർ കൊണ്ടുവന്ന് ഈ പൊന്നുമൊക്കെ കൊണ്ട് കർത്താവിൻ്റെ പാദപീഠത്തിൽ വെച്ചു.
അതൊക്കെ എന്തിനായിരിക്കാം ഉപയോഗിച്ചത്? ഞാൻ പറയാം. ഇത് ഞാനൊരു കർത്താവിൻ്റെ ഭൃത്യനെ അദ്ദേഹത്തിൻ്റെ വാക്കുകളെ കോട്ട് ചെയ്യുക, കടംപെട്ടിരിക്കുക ഈ ചിന്തകൾക്ക്. അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞത്, യോസഫ് ഒരു കാർപ്പൻ്ററാ, ആശാരിപ്പണിക്കാരനായിരുന്നു. പക്ഷെങ്കിൽ യേശു കർത്താവ് വന്ന് തൻ്റെ കുടുംബത്തെ ജനിച്ചതോടുകൂടി ദേശത്ത് നിൽക്കാനൊന്നും തനിക്ക് പറ്റുകയില്ല. അടുത്ത വാക്യങ്ങളിൽ കാണുന്നത് ആരാ? എന്തുവാണെന്നറിയാമോ? ഹെരോദാവ് അന്വേഷിക്കാൻ തുടങ്ങി, കൊല്ലാൻ. അപ്പോൾ സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് പറഞ്ഞു, പെട്ടെന്ന് എങ്ങോട്ട് പൊക്കൂ? ഈജിപ്തിലോട്ട് പൊക്കോളാൻ പറഞ്ഞു. ചിന്തിച്ചിട്ടുണ്ടോ? ആ വർഷങ്ങളിൽ സ്വന്തം ദേശത്ത് നിന്ന് തൊഴിലും ഒരുപക്ഷെ ആ തൊഴിലായുധം പോലും വിട്ടേച്ച് യേശു, ശ്രദ്ധിച്ചേ, യേശു ഭവനത്തിൽ വന്ന് ജനിച്ചത് കൊണ്ട് എങ്ങോട്ട് പോകേണ്ടി വന്നു? അന്യദേശത്തേക്ക് പോകേണ്ടി വന്നു. പക്ഷെ ആ അന്യദേശത്ത് അതിന് പോകേണ്ട സാഹചര്യം ഒരുങ്ങുന്നതിന് മാസങ്ങൾക്ക് മുൻപ് തന്നെ കിഴക്കുനിന്ന് വിദ്വാൻമാർ വേണ്ട സകല പ്രൊവിഷനും കൊണ്ട് ആ ബേത്ലഹേമിലേക്ക് വന്നു. അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയരെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ദൈവത്തിനു വേണ്ടി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു ജീവിതത്തെ നടത്തുവാൻ ദൈവം വിശ്വസ്തനാണ്. പുതുനിയമത്തിൽ ആ ഒരു പ്രോമിസ് ഉണ്ട്. ഗോഡ് പ്രൊവൈഡ്സ്. തനിക്ക് ജോലി ചെയ്യാൻ കഴിയാതെ ഇരിക്കുന്ന ആ ദിവസങ്ങളിലേക്ക്, അതുണ്ടാകുന്നതിന് മുൻപ് തന്നെ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച ഒരു വ്യക്തിക്ക് വേണ്ടി ദൈവം കരുതുമെങ്കിൽ വേദപുസ്തകം ഞാൻ 100% സത്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ നാളെ നമുക്കുണ്ടാകാൻ പോകുന്ന ഒരാവശ്യം, ഞാൻ ഇന്ന് ദൈവഹിതം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ അതിനുവേണ്ടി എൻ്റെ കർത്താവ് എന്നേ കരുതിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഈ ധൈര്യം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. നാളെ നടക്കാൻ പോകുന്ന എന്താണെന്ന് എനിക്കറിയത്തില്ല, പക്ഷെങ്കിൽ ഗോഡ് ഈസ് ഓൾറെഡി ടേക്കൻ കെയർ ഓഫ് മൈ ഫ്യൂച്ചർ. ഐ ഡോണ്ട് നീഡ് ടു വറി അബൌട്ട് ഇറ്റ്. ഓൺലി തിങ് ഐ നീഡ് ടു സറണ്ടർ മൈസെൽഫ്. ഞാൻ കർത്താവിൻ്റെ ദാസി, അവിടുത്തെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ. അത് മാത്രമോ? താഴോട്ട് നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഹെരോദാവ് കൊല്ലാൻ പോകുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ സ്വപ്നത്തിൽ ആർക്ക് അരുളപ്പാടുണ്ടായി? യോസഫിന് അരുളപ്പാടുണ്ടായി. അങ്ങനെയെങ്കിൽ ദൈവം എനിക്ക് വേണ്ടി കരുതുന്നെന്ന് മാത്രമല്ല, ദൈവം എനിക്ക് നിശ്ചയിച്ച ഈ ഭൂമിയിലെ ആയുസ്സു തീരുവോളം, ദൈവം എനിക്ക് വേണ്ടി നിശ്ചയിച്ച എൻ്റെ ശുശ്രൂഷ തീരുവോളം, എന്റെയും നിങ്ങളെ കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്ന പദ്ധതികൾ സമ്പൂർണമാകുന്നിടത്തോളം കാലം ഒരുത്തനും ഒന്നും ചെയ്യാനൊക്കുകയില്ല. തലയിലെ ഒരു മുടി പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. യേശു കർത്താവിനെ ഒരു പിഞ്ചു കുഞ്ഞായിട്ട് നശിപ്പിക്കാനായിട്ട് ഹെരോദ് ആഗ്രഹിച്ചെങ്കിലും ദൈവം എന്ത് ചെയ്തില്ലെന്നറിയാമോ? ദൈവം പറഞ്ഞു, നോ, അതല്ല എൻ്റെ പുത്രനെ കുറിച്ച് എനിക്കുള്ള പ്ലാൻ. എൻ്റെ പുത്രൻ അനേകർക്ക് ജീവനെ, അനേകർക്ക് മറുവിലയായിട്ട് ക്രൂശിന്മേൽ താൻ മരിക്കാൻ പോകുകയാണ്. അതുവരെ പ്രൊട്ടക്റ്റ് ചെയ്തത് ആരെന്നറിയാമോ? നമ്മുടെ ദൈവമാണ്. യേശു കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചത് ദൈവം എന്ന നിലയിലല്ല, സമ്പൂർണ്ണ മനുഷ്യൻ എന്ന നിലയിൽ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ജീവിച്ച് അങ്ങനെ ഒരു ജീവിതം സാധ്യമെന്ന് നമുക്ക് കാണിച്ചു തന്നു. അങ്ങനെയെങ്കിൽ നാം ദൈവത്തിൻ്റെ വകയാ, നാം ദൈവത്തിൻ്റെ ആലയമാണ്. നാം ദൈവത്തിൻ്റെ വകയാണെങ്കിൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ, അതിനെ സംരക്ഷിപ്പാൻ, അതിനെ കരുതുവാൻ എല്ലാം ദൈവം വിശ്വസ്തനാ. ജയകരമായി ജീവിപ്പാനുള്ളതെല്ലാം അവിടുന്ന് തന്നു. ഒരു കാര്യം നമ്മൾ ചെയ്യുമോ? നാം നമ്മെ തന്നെ സമർപ്പിക്കുമോ? കർത്താവേ, എനിക്ക് വേണ്ടി ജീവിക്കേണ്ട,
എനിക്ക് അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കണം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കേട്ടതാകുന്ന തിരുവചനങ്ങളെ ധ്യാനിച്ചുകൊണ്ട് അത് നമുക്ക് ഉപകാരമായി വരേണ്ടതിന് വിശ്വാസത്തോടെ, താഴ്മയോടെ, സമർപ്പണത്തോടെ ദൈവസന്നിധാനത്തിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. സഹോദരന്മാരിൽ ഒരാൾക്ക് ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വാസപ്രദനാകുന്ന പരിശുദ്ധാത്മാവിന്റെ കാവലും സഹവാസവും കൂട്ടായ്മയും നമ്മിലവരോടും ലോകമോടുള്ള സകല വിശുദ്ധന്മാരോടുകൂടിയും ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. താങ്ക് യു ഓൾ. ഗോഡ് ബ്ലെസ് യു.